ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ പാട്ട് വിശേഷത്തിന്റെ ദിവസമാണ്. മ്യൂസിക് തെറാപ്പിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഉഷമാം ഇന്നത്തെ പാട്ടുകാരനെ പരിചയപ്പെടുത്തും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വീണ്ടും ഇഷ്ടഗാനങ്ങളുമായിട്ട് ഈ സായന്തനത്തിൽ മനോഹരമായ ഈ സായാഹ്നത്തിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, സംഗീതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, നൂറ്റാണ്ടുകളായി മനുഷ്യ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ സംഗീതത്തിന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ഇഷ്ടത്തോടു കൂടി കേട്ടാലും, പാട്ട് പാടിയാലും, സംഗീത ഉപകരണങ്ങൾ വായിച്ചാലും, സംഗീതം സംവിധാനം ചെയ്യുമ്പോഴും എല്ലാം സംഗീതത്തിന് നമ്മുടെ സാമൂഹിക വൈകാരിക വികാസത്തിലും മൊത്തത്തിലുള്ള ക്ഷേമത്തിലും അഗാധമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് നമ്മൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ ഈ സായം സന്ധ്യയിൽ ഇഷ്ടഗാനങ്ങളുമായി നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും പ്രിയങ്കരനായ വേണുഗോപാൽ സാറാണ്. ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ എഞ്ചിനീയറായി ദീർഘകാലം സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചതിന് ശേഷം തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച വേണുഗോപാൽ സാർ കോഴിക്കോട് വടകര സ്വദേശിയാണ്. ഓരോ ഇഷ്ടങ്ങൾക്ക് പിന്നിലും ഒരു കഥയുണ്ടാവും, ഒരു കാര്യമുണ്ടാവും, ഒരു കാരണവും ഉണ്ടാവും. വേണുഗോപാൽ സാറിന്റെ ഈ ഇഷ്ടഗാനങ്ങൾക്ക് പിന്നിലും അങ്ങനെ ഒരുപാട് കഥകളുണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ എന്താണെന്ന്, ഏതൊക്കെയാണെന്ന് നമുക്ക് സാറിൽ നിന്ന് തന്നെ കേൾക്കാം. ഏറെ സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സാറിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക്, ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരെയും വെൽക്കം ഓൾ ഓഫ് യു. അതോടൊപ്പം വേണുഗോപാൽ സാറിനെയും. ഓവർ ടു യു വേണുഗോപാൽ സാർ. ഈ പ്ലാറ്റ്ഫോമിലെ സംഗീത പ്രേമികളെ, സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് ഇങ്ങനൊരു അവസരം അനുവദിച്ചെന്ന സാബു സാറിന് എൻ്റെ ഹൃദയവുമായി നന്ദി ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഈ മ്യൂസിക് തെറാപ്പിക്ക് രൂപം കൊടുത്ത് ആദ്യമായിട്ട് ഈ മ്യൂസിക് തെറാപ്പി അവതരിപ്പിക്കുന്നതിൽ മുന്നിട്ടിറങ്ങിയത് ജോസഫ് ജുഞ്ചാറും സാബു ഗംഗാധരൻ സാറാണ്. അവർ അന്ന് തുടങ്ങി വെച്ച ഈ പ്രോഗ്രാം വളരെ നല്ല മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്താണ് ഈ പാർട്ടിസിപ്പൻസിന് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. ഈ സന്ദർഭത്തിൽ ഇത് കൂടുതൽ ശ്രേഷ്ഠമായി, കൂടുതൽ മികവറ്റ രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ ഉഷമാമാണ്. കാരണം നല്ല രീതിയിലുള്ള ഒരു ഇൻട്രഡക്ഷൻ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് കൂടുതൽ ഈ പ്രോഗ്രാമിനെ മികവറ്റതാക്കി തീർക്കുകയും നമ്മുടെ പാർട്ടിസിപ്പൻസിന് നല്ലൊരു പ്രോത്സാഹനവും പ്രചോദനവും തരുകയും ചെയ്ത ഉഷമാവിന് പ്രത്യേകം അഭിനന്ദനം. കൂടാതെ ഈ പ്ലാറ്റ്ഫോമിൽ സജീവമായ പങ്കാളിത്തം എടുത്തുകൊണ്ട് തന്നെ ഗാനങ്ങൾ അവതരിപ്പിക്കുകയും കൂടുതൽ ഈ പ്രോഗ്രാമിനെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കി തീർക്കുന്ന ഇരമാം, രമാവതിമാം, മോഹനമാം, കൂടാതെ റോയ് സാർ, അനുകുമാരൻ സാർ, മനോജ് സാർ എന്നിവ എല്ലാ പാർട്ടിസിപ്പൻസും ഏറ്റവും നല്ല അഭിനന്ദനം അർഹിക്കുന്നു. സംഗീതം മധുരമാണ്, ശ്രേഷ്ഠമാണ്. അത് മനസ്സിനെ കുളിർമയേകുന്നു. മാനസികമായ പിരിമുറുക്കം, ഡിപ്രഷൻ എന്നീ നെഗറ്റീവ് ചിന്തകൾ റെഡ്യൂസ് ചെയ്യാൻ സംഗീതം ഉപകരിക്കുന്നു. എനിക്ക് ചെറുപ്പം മുതലേ സംഗീതത്തോട് പ്രിയമാണ്. സംഗീതം ആസ്വദിക്കാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ സംഗീതം കേൾക്കാറുണ്ട്. പാടാൻ അറിയില്ലെങ്കിലും സംഗീതത്തോടുള്ള അമിതമായ ഇഷ്ടമുണ്ടായിരിക്കാം പാടാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘട്ടം.
ഈ പ്ലാറ്റ്ഫോമിൽ എൻ്റെ പരിപാടി കാണുവാനും കേൾക്കുവാനും ഇവിടെ വന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും ഒന്നും കൂടി എൻ്റെ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യത്തെ ഗാനത്തിലേക്ക് കടക്കുകയാണ്. വീണപൂവേ എന്ന് തുടങ്ങുന്ന ഗാനം ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്നുള്ള സിനിമയിലുള്ളതാണ്. കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത് 1974 പുറത്തിറങ്ങിയ ഒരു ചലച്ചിത്രമാണ് ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ. KSR മൂർത്തിയാണ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ്. MS വിശ്വനാഥനാണ് സംഗീതം ഒരുക്കിയിട്ടുള്ളത്. ഷീല വിജയശ്രീ, ശങ്കരാടി, മോഹൻ ശർമ്മ എന്നിവർ പ്രധാന വേഷങ്ങളെ അവതരിപ്പിക്കുകയാണ്. ഒരു പൂവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള വിവിധ ഘട്ടങ്ങളെ മനുഷ്യജീവന്റെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ നൈവേശിക വികാരങ്ങളുമായി കൂട്ടിയിണക്കിക്കൊണ്ട് ഉള്ള ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഈ ഗാനം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് ഞാനിവിടെ ആദ്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. മ്യൂസിക് MS വിശ്വനാഥൻ, ലിറിക്സ് വയലാർ രാമവർമ്മ, പാടിയത് KJ യേശുദാസ്. വീണപൂവേ കുമാരനാശാന്റെ വീണപൂവേ, വീണപൂവേ, വീണപൂവേ കുമാരനാശാന്റെ വീണപൂവേ, വീണപൂവേ, വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ, ഒരു ചുക്ക നക്ഷത്രമല്ലേ നീ, വീണപൂവേ, വികാരവതി നീ പിരിഞ്ഞു നിന്നപ്പോൾ വിരൽ തൊട്ടുണർത്തിയ ഭാവനകൾ, കവിഭാവനകൾ. വികാരവതി നീ വിരിഞ്ഞു നിന്നപ്പോൾ വിരൽ തൊട്ടുണർത്തിയ ഭാവനകൾ, കവിഭാവനകൾ. നിന്നെ കാമുകിമാരുടെ ചുണ്ടിലെ നിശീത കുമുദമാക്കി കവികൾ മന്മഥൻ കുലയ്ക്കും സ്വർണ്ണധനുസിലെ മല്ലീകരമാക്കി, മല്ലീകരമാക്കി. വീണപൂവേ കുമാരനാശാന്റെ വീണപൂവേ, വീണപൂവേ, വിഷാദവതി നീ പൊഴിഞ്ഞു വീണപ്പോൾ വിരഹമുണർത്തിയ വേദനകൾ, നിൻ വേദനകൾ. വിഷാദവതി നീ പൊഴിഞ്ഞു വീണപ്പോൾ വിരഹമുണർത്തിയ വേദനകൾ, നിൻ വേദനകൾ. വർണ്ണപ്പീലി തൂലിക കൊണ്ടൊരു വസന്തതിലകമാക്കി ആശാൻ വെള്ളിലെ കൽപ്പതുമത്തിൻ്റെ കൊമ്പിലെ വാടാമലരാക്കി, വാടാമലരാക്കി. വീണപൂവേ കുമാരനാശാന്റെ വീണ
സർ. കുമാരനാശാന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് വീണപ്പൂവ്. ഇത് അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് വയലാർ രാമവർമ്മ സാർ ഈ ഒരു സംഗീതം ഈ ഒരു കവിത എഴുതുകയും ദാസേട്ടന്റെ ശബ്ദത്തിൽ ഇത് ആലപിക്കുകയും ചെയ്യുന്നത്. ജീവിക്കാൻ മറന്നുപോയ എന്ന സ്ത്രീ, ഇതേക്കുറിച്ച് സാർ പറയുകയുണ്ടായി. നല്ല ഒരു സെലക്ഷനാണ് ഈ ഒരു പാട്ട്. അടുത്ത ഇത് പാടുന്നതിനായിട്ട് ആരാ ഇത് പാടുന്നത്? അടുത്തായിട്ട് അനിൽകുമാർ സാർ, ഉലഹൻ സാർ, ആരാ പാടുന്നത്? അൺമ്യൂട്ട് ചെയ്ത് പാടാട്ടോ. രാജു സാർ. ഷീൽ ടീച്ചർ പാടുവോ? ഞാൻ പാടണോ മാഡം? പഠിക്കോട്ടോ. വീണപ്പൂവേ കുമാരനാശാന്റെ വീണപ്പൂവേ, വീണപ്പൂവേ വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ, ഒരു ശുക്ര നക്ഷത്രമല്ലേ നീ. വീണപ്പൂവേ വികാരവതിനി വിരിഞ്ഞു നിന്നപ്പോൾ വിരൽ തൊട്ടുണർത്തിയ ഭാവനകൾ, കവിഭാവനകൾ, നിന്നെ കാമുകിമാരുടെ ചുണ്ടിലെ നിശീത കുമുദമാക്കി കവികൾ മന്മഥൻ കുലയ്ക്കും സ്വർണധനുസിലെ മല്ലീശ്വരമാക്കി, മല്ലീശ്വരമാക്കി. വീണപ്പൂവേ കുമാരനാശാന്റെ വീണപ്പൂവേ, വീണപ്പൂവേ. താങ്ക് യു മാഡം. താങ്ക് യു. അടുത്തത് ഉഷ മാഡം, ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫീമെയിൽ വോയിസിലും പാടിയിട്ടുണ്ട്, എസ് ജാനകിയും പാടിയിട്ടുണ്ട്, യേശുദാസും പാടിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതെ സാർ, ശരിയാണ്. ജാനകിയമ്മയുടെ പാട്ടാണ് സാധാരണ നമ്മൾ അധികം കേട്ടിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? രണ്ടുപേരും രണ്ട് വേർഷനും നല്ലതാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നേരത്തെ പാട്ട് വരുമ്പോഴേ നമ്മൾക്ക് തന്നെ തോന്നി ഇതിൽ ആരാണ് മെച്ചമായിട്ട് പാടി. പ്രത്യേകിച്ച് യേശുദാസും പണ്ടത്തെ പാട്ടുകളൊക്കെ യേശുദാസും എസ് ജാനകിയും പി സുശീലയൊക്കെ പാടുകയാണെങ്കിലും ഇതിൽ ആരാണ് മെച്ചമായിട്ട് പാടുന്നതെന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ അതിന് ഇനി ഷീല മാഡം പാടൂ ഇതിന്റെ ആദ്യത്തെ ഒരു പല്ലവി കേൾക്കട്ടെ. താങ്ക് യു സർ. വീണപ്പൂവേ കുമാരനാശാന്റെ വീണപ്പൂവേ, വീണപ്പൂവേ, വീണപ്പൂവേ കുമാരനാശാന്റെ വീണപ്പൂവേ, വീണപ്പൂവേ വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ, ഒരു ശുക്ര നക്ഷത്രമല്ലേ നീ. വീണപ്പൂവേ വികാരവതിനി വിരിഞ്ഞു നിന്നപ്പോൾ വിരൽ തൊട്ടുണർത്തിയ ഭാവനകൾ, കവി ഭാവനകൾ, നിന്നെ കാമുകിമാരുടെ ചുണ്ടിലെ നിശീത കുമുദമാക്കി കവികൾ മന്മഥൻ കുലയ്ക്കും സ്വർണധനുസിലെ മല്ലീശ്വരമാക്കി, മല്ലീശ്വരമാക്കി. വീണപ്പൂവേ
കുമാരനാശാന്റെ വീണപ്പൂവേ വീണപ്പൂവേ. വിഷാദവതി നീ കൊഴിഞ്ഞു വീണപ്പോൾ വിരഹമുണർത്തിയ വേദനകൾ നിൻവേദനകൾ വർണ്ണപ്പീലിത്തൂലിക കൊണ്ടൊരു വസന്ത തിലകമാക്കി ആശാൻ വിണ്ണിലെ കൽപദ്രുമത്തിൻ്റെ വാടാമലരാക്കി വാടാമലരാക്കി. വീണപ്പൂവേ കുമാരനാശാന്റെ വീണപ്പൂവേ വീണപ്പൂവേ. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. ഉഷ ടീച്ചർ, നമുക്ക് അടുത്ത സോങ്ങിലേക്ക് പോയാലോ? ഇത് വേറെ ആരെങ്കിലും പാടുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത സോങ്ങിലേക്ക് പോകാം അല്ലെ? ആരെങ്കിലും? അനിൽകുമാർ സാർ, ആരെങ്കിലും പാടുന്നുണ്ടോ? എന്നാ ഒരു ലൈനിലേ പാടാം, 2 ലൈന് പറഞ്ഞിട്ട് മറ്റേ പാട്ട് പോണല്ലോ. ഓക്കെ സാർ, താങ്ക് യു. വീണപ്പൂവേ കുമാരനാശാന്റെ വീണപ്പൂവേ വീണപ്പൂവേ. വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ, ഒരു ശുക്ര നക്ഷത്രമല്ലേ നീ. വികാരവതി നീ വിരിഞ്ഞു നിന്നപ്പോൾ വിരൽ തൊട്ടുണർത്തിയ ഭാവനകൾ കവിഭാവനകൾ നിന്നെ കാമുകി മാരുടെ ചുണ്ടിലെ നിശീത കുമുദമാക്കി. കവികൾ മന്മഥൻ കുലയ്ക്കും സ്വർണധനുസിലെ മല്ലീശ്വരമാക്കി മല്ലീശ്വരമാക്കി. വീണപ്പൂവേ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. എന്ത് ഭംഗിയായിട്ട് പാടിയിരിക്കുന്നല്ലേ, നല്ല വരികളാണല്ലേ. പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കവിയാണ് കുമാരനാശാൻ. നമുക്കറിയാം, ഇത് 1907 അദ്ദേഹം ഈ കവിത, ഇത് പലപ്പോഴും നമ്മൾ പാലക്കാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് എഴുത്തുകളും സാഹിത്യവും ഒക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനോടൊപ്പം പാലക്കാട് അമ്പലത്തിലെ പ്രതിഷ്ഠയ്ക്കൊക്കെ അനുബന്ധിച്ച് അദ്ദേഹം പോവുകയും ഗുരു അവിടെ വെച്ച് അസുഖബാധിതനായിട്ട് കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ പരിസരത്തിലുള്ള ഒരു വീട്ടില് വിനയചന്ദ്ര ഗൗഡ എന്ന ഒരു ജൈന മതസ്ഥന്റെ വീട്ടിലാണ് ചെന്നപ്പോൾ അവിടെ വീണ് കിടന്ന മുല്ലപ്പൂക്കളെ ആസ്പദമാക്കി ഒരു കവിത രചിച്ചുകൂടെ എന്ന് ഗൗഡയുടെ ആവശ്യപ്രകാരമാണ് ഈ കവിത അദ്ദേഹം രചിച്ചതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായി അതിന് മുമ്പേ തന്നെ ഇങ്ങനെ ഒരു അദ്ദേഹത്തിന് ഒരു ആശയം ഉണ്ടായിരുന്നു. പന്തലിൽ നിന്ന് താഴ്ത്തു വീണ് കിടന്നിരുന്ന സുഗന്ധവാഹിനിയായ മുല്ലപ്പൂവിനെ കണ്ട് മനംനൊന്ത് എഴുതിയത് എന്ന കുറിപ്പോടെയാണ് ഈ കാവ്യം ആദ്യ ശ്ലോകമായിട്ട് ആശാൻ ഗൗഡയുടെ ഡയറിയിലാണ് പകർത്തി വെച്ചിരുന്നതെന്ന് അദ്ദേഹത്തിന്റെ അനുബന്ധിച്ചുള്ള ഒരു പുസ്തകത്തിൽ വായിച്ചതായി ഓർക്കുന്നു. എന്തായാലും ഈ ഒരു പാട്ട് ഈ പ്ലാറ്റ്ഫോമിൽ മുഴങ്ങി കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്ന കവിത്രയത്തെ നമ്മൾ ആദരവോടുകൂടി ഇവിടെ സ്മരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തതിൽ വേണുഗോപാൽ സാറിന് ഒരുപാട് നന്ദി, അതുപോലെ തന്നെ അഭിനന്ദനം. നമ്മൾക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം അല്ലെ? ഓമന കയ്യിൽ ഒരു വില കൊമ്പുമായി ഓശാന പെരുന്നാള് വന്നു. ഇതും വയലാർ രാമവർമ്മ, ജി ദേവരാജൻ സാറിന്റെയാണ്. പാടിയിരിക്കുന്നത് സുശീലാമ്മ. നമുക്ക് ഈ പാട്ടിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം അല്ലെ? വേണുഗോപാൽ സാർ, ഈ പാട്ടിന്റെ പിന്നിലുള്ള ഓർമ്മകൾ എന്താണെന്നൊന്ന് ഷെയർ ചെയ്യോ? ഞാൻ പറയാം സാർ. അതായത് ഞങ്ങളുടെ നാട്ടിൽ നടന്ന സംഭവം നീ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭാര്യ എന്ന സിനിമയില്
ആ, പാട്ടാണിത്. എനിക്ക് വളരെയധികം ആത്മനിഷ്ഠമായിട്ട് തോന്നുന്ന അവിടെ നടന്ന സംഭവമാണിത്. അപ്പോൾ അവിടെ ആദ്യകാലങ്ങളിൽ സത്യനും അതുപോലെ തന്നെ നമ്മുടെ പത്മിനിയുടെ അനിയത്തിയായ രാഗിണി അല്ലേ, പത്മിനിയും രാഗിണിയും കൂടി ഒരുമിച്ച് അവർ വളരെ സ്നേഹത്തോട് കഴിഞ്ഞുകൊണ്ടിരുന്ന കാലത്തെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള ഒരു ഒരു പാട്ടാണ് എൻ്റെ ഓർമ്മ. അത് ഓമനക്കൈലിൽ അത് അവസാന പെരുന്നാൾ വരുമ്പോൾ ഒരു കുടയിലാണ് അവർ നടന്നു പോകുന്നത്. ആ രംഗമൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മ വരുന്നു. നമ്മുടെ പള്ളികളിലെ ഭാര്യയും ഭർത്താവും കൂടെ ഒരു കുടയെ പിടിച്ചുകൊണ്ട് വെയിലത്താണെങ്കിലും ചെറിയ മഴയത്താണെങ്കിലും ഇങ്ങനെ ഒരുമിച്ച് പോകുന്നതായ രംഗമൊക്കെ എനിക്ക് എൻ്റെ മനോമുഖരത്തിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. വളരെയധികം എന്താ പറയുന്നത്, നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഓർമ്മകൾ എനിക്ക് കടന്നു വരും. പിണങ്ങുമ്പോഴത്തേക്ക് ഈ ഒരു കൂടെയും രണ്ട് കൂടെയായിട്ട് മാറുന്നതൊക്കെയും പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഈ ആദ്യകാലത്ത്, പ്രത്യേകിച്ചും വിവാഹത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരു ഇണക്കുയിലെ പോലെ ഒരു കുടയിൽ തന്നെ പള്ളിയിലേക്ക് പോകുന്ന ഒരു ചിത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഓക്കെ, താങ്ക് യു ഉഷ മാഡം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും അതെ, നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു ഓർമ്മകൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തില്. നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടാണ് ഉണ്ടാവും. അത്രയേറെ സ്നേഹത്തോടെ പരസ്പരം ഒരുമിച്ച് ഒരു കുടക്കീഴിൽ പോയിട്ട് വരിക, നടന്നു പോവുക, കൈകോർത്ത് പിടിച്ച് നടന്നു പോവുക, ഒരിക്കലും പ്രണയം നഷ്ടപ്പെടാതെ മനസ്സിലെന്നും സൂക്ഷിച്ചു വെക്കുന്ന ഒരു നല്ല വികാരമാണ്. അതാണ് ഒരു ജീവിതത്തിന്റെ തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ പാട്ട് തീർച്ചയായിട്ടും ആ ഒരു ആശയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ പാട്ടിലേക്ക് പോകാം. ആരാണ് ഈ പാട്ട് ആദ്യം പാടുന്നത്? വേണുഗോപാൽ സാറാണോ? വേണുഗോപാൽ സാർ എന്തോ പറയാൻ വന്നായിരുന്നല്ലോ, സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. സാറിന് ഈ പാട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവും? ഈ പാട്ടിന്റെ അൺമ്യൂട്ട് ചെയ്യൂ, മ്യൂട്ടാണ് സാർ, കേൾക്കത്തില്ല. സോറി, മ്യൂട്ടായി പോയി. പിന്നെ 1962 പുറത്തിറങ്ങിയ ഭാര്യ എന്ന പടത്തിലുള്ള പാട്ടാണ്. ഈ പാട്ട് ഈ സിനിമ സംവിധാനം ചെയ്തത് കുഞ്ചാക്കോയാണ്. ഇതിന് കഥ എഴുതിയത് കാനമീജയാണ്. കാനമീജയെ കഥ എഴുതുന്നതിന് പിന്നിൽ ഉള്ള ചരിത്രം രാജ് സാറെന്ന് സൂചിപ്പിച്ചു. അപ്പോൾ 1950 കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച തിരുവല്ലയിലെ ഒരു അമ്മാള് കൊലക്കേസിൻ്റെ കഥയാണ്. പ്രൊഫസർ കെ എം മാത്യു, അതായത് സണ്ണി എന്ന പേരുള്ള കെ എം മാത്യു സ്വന്തം കാമുകിയായ ലിസിയുടെ പ്രേരണയാൽ അമ്മാളുവിനെ കൊല്ലുകയാണ്. ആ ക്രൂരമായ കൊലപാതകം വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ആ കാലഘട്ടം. അതാണ് കാനമീജൻ്റെ കഥക്ക് അടിസ്ഥാനം. ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾ ഉണ്ട്. സത്യൻ, പിന്നെ രാഗിണി, ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. പിന്നെ ഈ പാട്ട് പാടിയിരിക്കുന്നത് സുശീലാമാമാണ്. ദേവരാജൻ വയലാർ ടീമാണ്, യേശുദാസ് ടീമാണ് കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചത്. ഈ ഗാനം ഒന്ന് ഞാൻ ആലപിക്കുകയാണ്. ഓമന കൈലൊലി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാള് വന്നു, ഓശാന പെരുന്നാള് വന്നു. ഓമന കൈലൊലി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാള് വന്നു, ഓശാന പെരുന്നാള് വന്നു. കുരിശു വരയ്ക്കുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ, കുരിശു വരയ്ക്കുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ, കരളിൽ കനലേരെന്നെരിയുമ്പോൾ എങ്ങനെ കരയാതിരുന്നിടും ഞാൻ, എങ്ങനെ കരയാതിരുന്നിടും ഞാൻ. ഓമന കൈലൊലി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാള് വന്നു,
ഞങ്ങൾ ഒരു കൂട കീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ. പണ്ടൊക്കെ ഞങ്ങൾ ഒരു കൂട കീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ. എന്തു പറഞ്ഞാലും എത്ര കരഞ്ഞാലും എന്നും ഇണക്കമേ ഉള്ളൂ. എന്തു പറഞ്ഞാലും എത്ര കരഞ്ഞാലും എന്നും ഇണക്കമേ ഉള്ളൂ. പരിശുദ്ധ കന്യാമറിയമേ, പരിശുദ്ധ കന്യാമറിയമേ, എന്നിലെ മുറിവുണങ്ങിടുകയില്ലേ. നിത്യ ദുഃഖങ്ങൾ സഹിക്കാൻ മനസ്സിന് ശക്തി തരികയില്ലേ. അമ്മേ, ശക്തി തരികയില്ലേ. ഓമെന്ന കയ്യിലൊലി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാള് വന്നു. ഓശാന പെരുന്നാള് വന്നു. താങ്ക് യു. താങ്ക് യു. ഞാന് ഷേർലിമ വന്നിട്ടുണ്ടല്ലോ, ജോർജ് സാർ, എല്ലാരും ഉണ്ടല്ലോ. എല്ലാരും പാടണേ, അൺമ്യൂട്ട് ചെയ്ത് പാടണേ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടല്ലേ ഇത്? പ്ലീസ് പാടാ ഇത്, ഈ പാട്ട്. ഓക്കെ, ഹലോ, പാടിക്കോളൂ. കേൾക്കാം മാം, പാടിക്കോളൂ. ഓശാന പെരുന്നാളു വന്നു. ഓശാന പെരുന്നാളു വന്നു. ഓമനക്കൈയിലൊലി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു. ഓശാന പെരുന്നാളു വന്നു. കുരിശു വരയ്ക്കുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ. കുരിശു വരയ്ക്കുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ. കരളിൽ കനാലേരും നെരിയുമ്പോൾ എങ്ങനെ കരയാതിരുന്നിടും ഞാൻ. എങ്ങനെ കരയാതിരുന്നിടും ഞാൻ. ഓമനക്കൈയിലൊലി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു. ഓശാന പെരുന്നാളു വന്നു. പണ്ടൊക്കെ ഞങ്ങൾ ഒരു കൂടക്കീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ. പണ്ടൊക്കെ ഞങ്ങൾ ഒരു കൂടക്കീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ. എന്തു പറഞ്ഞാലും എത്ര കരഞ്ഞാലും എന്നും പിണക്കമേയുള്ളൂ. എന്തു പറഞ്ഞാലും എത്ര കരഞ്ഞാലും എന്നും പിണക്കമേയുള്ളൂ. പരിശുദ്ധ കന്യാമറിയമേ, എന്നിലെ മുറിവുണങ്ങിടുകയില്ലേ. നിത്യ
ശക്തി തരികയില്ലേ അമ്മേ, ശക്തി തരികയില്ലേ. ഓമനക്കൈയിലൊലി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു. ഓശാന പെരുന്നാളു വന്നു. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞു. അനിൽകുമാർ സാർ പ്ലീസ്. ഓക്കെ സാർ. ഈ കുഞ്ഞു മോള് പാടുന്ന ഇടയ്ക്ക് വഴക്കൊണ്ടോ, ഞാൻ സൗകര്യം നോക്കി പാടുന്നത്. കൊച്ചുമോളെ ഓക്കെ. ഓമ്പന കൈലൊളി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു. ഓശാന പെരുന്നാളു വന്നു. കുരിശു വരയ്ക്കുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ കരളിൽ കനലിരുന്നെരിയുമ്പോൾ എങ്ങനെ കരയാതിരുന്നിടും ഞാൻ, എങ്ങനെ കരയാതിരുന്നിടും ഞാൻ. പണ്ടൊക്കെ ഞങ്ങൾ ഒരു കുടക്കീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ. എന്തു പറഞ്ഞാലും എത്ര കരഞ്ഞാലും ഇന്നും ഇണക്കമേയുള്ളൂ. പരിശുദ്ധ കന്യാമറിയമേ, പരിശുദ്ധ കന്യാമറിയമേ, എന്നിലെ മുറിവുണങ്ങിടുകയില്ലേ. നിത്യ ദുഃഖങ്ങൾ സഹിക്കാൻ എനിക്ക് ശക്തി തരികയില്ലേ അമ്മേ, ശക്തി തരികയില്ലേ. ഓമന കൈലൊലി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാള് വന്നു. ഓശാന പെരുന്നാള് വന്നു. ഓക്കെ. താങ്ക് യു സർ. ഈ പാട്ട് നമ്മുടെ ശബ്ദം ഇടറാതെ, നമ്മുടെ കണ്ണ് നിറയാതെ ഈ പാട്ട് കേൾക്കാൻ കഴിയില്ല, പാടാനും കഴിയില്ല. അതുപോലെ തന്നെ ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ ഹൃദയസ്പർശിയായ രീതിയിൽ ഇവിടെ പങ്കുവെക്കേണ്ടായി രാജു ഫിലിപ്പ് സാർ ഇതിന്റെ ഒരു 4 വരി പാടാനായിട്ട് വരുമോ പ്ലീസ്? ശരിയാവുമെന്ന് അറിയില്ല, ഞാൻ ശബ്ദം ഉച്ചയടഞ്ഞിരിക്കുക. ഓക്കെ സാർ. ഓമനക്കൈയിലൊരി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു. ഓശാന പെരുന്നാളു വന്നു. ഓമനക്കൈയിലൊരി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു. ഓശാന പെരുന്നാളു വന്നു. കുരിശു വരയ്ക്കുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ കരളിൽ കനീര് എരിയുമ്പോൾ എങ്ങനെ കരയാതെ തിന്നിടും ഞാൻ, എങ്ങനെ കരയാതെ തിന്നിടും ഞാൻ. ഓമനക്കൈയിലൊരി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു. ഓശാന പെരുന്നാളു വന്നു. താങ്ക് യു മാഡം. താങ്ക് യു. താങ്ക് യു സർ. ഓശാന പെരുന്നാളിന് എന്താ ടീച്ചറെ? ജോർജ് സാറ് പാടാനിരിക്കുക, നന്നായിട്ട് പാടി പഠിച്ചുകൊണ്ടിരിക്കുക.
അതെ സാറേ, ഓശാന പെരുന്നാളിന് ഒരു കുടക്കീഴില് പള്ളിയിൽ പോയ ഓർമ്മകളായി വിറക്കിക്കൊണ്ടിരിക്കുക. സാറ് പാടിക്കോ. വാ സാറേ. ഓമന കയ്യിലൊലിവിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു. ഓശാന പെരുന്നാളു വന്നു. കുരിശു വരയ്ക്കുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ. കുരിശു വരയ്ക്കുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ. കരളിൽ കനലിരുന്നെരിയുമ്പോൾ എങ്ങനെ കരയാതിരുന്നിടും ഞാൻ. എങ്ങനെ കരയാതിരുന്നിടും ഞാൻ. പണ്ടൊക്കെ ഞങ്ങൾ ഒരു കുടക്കീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ. പണ്ടൊക്കെ ഞങ്ങൾ ഒരു കുടക്കീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ. എന്തു പറഞ്ഞാലും എത്ര കരഞ്ഞാലും എന്നും പിണക്കമേ ഉള്ളൂ. എന്തു പറഞ്ഞാലും എത്ര കരഞ്ഞാലും എന്നും പിണക്കമേ ഉള്ളൂ. ഓമന കയ്യിലൊലിവിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു. ഓശാന പെരുന്നാളു വന്നു. താങ്ക് യു. ഓവർ. താങ്ക് യു സർ. നല്ല ഓർമ്മകളായതുകൊണ്ട് സാറിന്ന് വളരെ നന്നായിട്ട് പാടി. റോയ് സാർ ഇന്ന് വന്നിട്ടില്ല, എന്താന്നറിയില്ല. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോണോ? അതേ ഇതാരെങ്കിലും പാടുന്നുണ്ടോ? മനസ്സാറ് ഞാൻ പാടാം. പാടട്ടെ. ഓമന ടീച്ചർ, ഓമന പാടാം. അറിയുപോലെ പാടാം. ഓമന കയ്യിലൊലിവിലക്കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു. ഓശാന പെരുന്നാള് വന്നു. കുരിശു വരയ്ക്കുമ്പോൾ കുമ്പാസരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ. കുരിശു വരയ്ക്കുമ്പോൾ കുമ്പാസരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ. കരളിൽ കനലിലെരിയുമ്പോൾ എങ്ങനെ കരയാതിരുന്നിടും ഞാൻ. എങ്ങനെ കരയാതിരുന്നിടും ഞാൻ. പണ്ടൊക്കെ ഞങ്ങൾ ഒരു കുടക്കീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ. എന്തു പറഞ്ഞാലും എത്ര കരഞ്ഞാലും ഇന്നും പിണക്കമേ ഉള്ളൂ. പരിശുദ്ധ കന്യാമറിയമേ, പരിശുദ്ധ കന്യാമറിയമേ, എന്നീലെ മുറിവുണങ്ങിയിടുകയില്ലേ. നിത്യദുഃഖങ്ങൾ സഹിക്കാൻ എനിക്കു ശക്തി തരികയില്ലേ. അമ്മേ ശക്തി തരികയില്ലേ. ഓമന കയ്യിലൊലിവിലക്കൊമ്പുമായി ഓശാന പെരുന്നാള് വന്നു. ഓശാന പെരുന്നാള് വന്നു. ഇത് ചൊല്ലുമ്പോ ഒരു സങ്കടം വരുന്നല്ലേ. രമാവതി മാം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു, എല്ലാരും എല്ലാരും പാടുന്നത്. ടീച്ചർ വരൂ പ്ലീസ്. ഓമന കയ്യിലൊലിവിലക്കൊമ്പുമായി ഓശാന പെരുന്നാള് വന്നു. ഓശാന പെരുന്നാള് വന്നു.
കുരിശു വരയ്ക്കുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ കരളിൽ കനലിരുന്നരിയുമ്പോൾ എങ്ങനെ കരയാതിരുന്നിടും ഞാൻ, എങ്ങനെ കരയാതിരുന്നിടും ഞാൻ. പണ്ടൊക്കെ ഞങ്ങൾ ഒരു കുടക്കീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ. എന്തു പറഞ്ഞാലും എത്ര കരഞ്ഞാലും ഇന്നും പിണക്കമേയുള്ളൂ. പരിശുദ്ധ കന്യാമറിയമേ, പരിശുദ്ധ കന്യാമറിയമേ, എന്നിലെ മുറിവുണങ്ങിടുകയില്ലേ? നിത്യ ദുഃഖങ്ങൾ സഹിക്കാൻ എനിക്കു നീ ശക്തി തരികയില്ലേ? ശക്തി തരികയില്ലേ? ഓമന കൈയിലൊലി വിലക്കുമ്പുമായി ഓശാന പെരുന്നാള് വന്നു, ഓശാന പെരുന്നാള് വന്നു. താങ്ക് യു മാം. ഉഷ ടീച്ചർ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? നമുക്ക് പോകാം സാറേ. മനീഷ് കുമാർ സാറേ പോകാം കേട്ടോ. അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് എഴുതിയ വയലാർ രാമവർമ്മ, അദ്ദേഹത്തിന്റെ ഒരുപാട് ഡിവോഷണൽ സോങ്സ് ഉണ്ട്. അദ്ദേഹം ഒരു ദൈവവിശ്വാസി ആയിരുന്നോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ. പക്ഷെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരുപാട് ഭക്തിഗാനങ്ങളുണ്ട്. അതിലൊന്നാണ് ഇത്. മലയാള സിനിമയിൽ അന്ന് ഈ പറഞ്ഞ ഭക്തിഗാനങ്ങളൊക്കെ പല പാട്ടുകളും ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ എന്താണ് സിനിമയ്ക്ക് ചേർന്ന, അതിനകത്തെ എല്ലാ വരികളും ആ സിനിമയ്ക്ക് ചേർന്നതുമാണ്. പരിശുദ്ധ കന്യാമറിയത്തിനോടുള്ള ഒരു അപേക്ഷയാണ് ഈ പാട്ടിൽ, അല്ലെ, പഴയ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള. ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ഞാൻ ജസ്റ്റ് ഓർത്തപ്പോൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അടുത്ത പാട്ട് നമുക്ക് നോക്കാം. ശരിയാണ് സാറേ. ഒരുപാട് ആളുകളുടെ മനസ്സില് അമ്മയോടുള്ള ഭക്തി നിറയ്ക്കുന്ന, ഇപ്പോഴും കണ്ണുനീരോടുകൂടി അപേക്ഷിക്കുന്ന ഒരു പാട്ടാണ് ഇതല്ലേ? സാറിന്റെ ഒരു നോളജ്. അതെ, അതുപോലെ തന്നെ അടുത്ത പാട്ട് ഇതുപോലെ തന്നെയാണ്. വീടിന് സമീപത്ത് 1-2 ക്രിസ്ത്യൻ പള്ളിയുണ്ട് സാറേ. അപ്പോ പിന്നെ അതിന്റെ ഒരു പ്രഭാവം അദ്ദേഹത്തിൽ ഉണ്ടായി കാണും തീർച്ചയായിട്ടും. വീടിന്റെ അടുത്തല്ലേ അവിടെ സാറിന്റെ വീടൊക്കെ? ഇവരവിടെ അനുസ്മരണത്തിനൊക്കെ എല്ലാ വർഷവും പോകാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. പള്ളിയുണ്ട് സാറേ. അല്ലാതെ അടുത്ത് സ്മൃതിമണ്ഡപത്തിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഒരു ചർച്ചൊക്കെ ഇവിടെ വയലാറിൽ. അദ്ദേഹത്തിന്റെ പിന്നെ അവിടെ കൂടുതലും ക്രിസ്ത്യൻസും ഹിന്ദുസും ആണ് ഇടപഴകി ജീവിക്കുന്ന ഒരു നല്ല സ്ഥലമാണ്. തീർച്ചയായിട്ടും. താങ്ക് യു ടീച്ചർ. അടുത്ത പാട്ടിലേക്ക് പോവാം. പക്ഷേ ആലപ്പുഴയുള്ള ലത്തീൻ പള്ളിയിലാണ് അടക്കം നടന്നത്, ശവടക്കം നടന്നത്. ഞാനെന്ന് പറഞ്ഞില്ലേ, ആലപ്പുഴയുള്ള പള്ളി. ആലപ്പുഴ കുഞ്ചാക്കോബന്റെ തൊട്ടടുത്തുള്ള പള്ളി, കുഞ്ചാക്കോയുടെ തൊട്ടടുത്തുള്ള പള്ളി ലത്തീൻ പള്ളി എന്ന് പറയും. ലത്തീൻ പള്ളി. ആ ലത്തീൻ പള്ളിയിലാണ് ഈ ശവടക്കം നടക്കുന്നത്. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, അതായത് അന്ന് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി കുഞ്ചാക്കോയുടെ ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ചിറക്കിയ. കുഞ്ചാക്കോയുടെ ഭാര്യ മരിച്ചു പോയി. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ശരിക്കും കുഞ്ചാക്കോയുടെ ഭാര്യ മരിച്ചെന്ന്. അങ്ങനെ ആൾക്കാർ ഒരുപാട് ഒരുമിച്ച് കൂടി. ഇവരൊക്കെ എൻ്റെ ഭാര്യ ആ നാട്ടുകാരിയാണ്. അപ്പോൾ പഴയ ഓർമ്മ വെച്ച് പറയുന്നത് അവരുടെ ഭാര്യയുടെ ഒപ്പനൊക്കെ പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെയുള്ള ഒരുപാട് സംഭവമുണ്ട്. അതെ, അടുത്ത പാട്ടിലേക്ക് പോകാം. ഇതും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലേക്കുന്ന ഒരു ഭക്തിഗാനമാണ്. നമുക്ക് എന്താണ് ഇത് തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്ന് നമുക്ക് വേണുഗോപാൽ സാറിനോട് ചോദിക്കാം. സർ, പ്ലീസ് സർ. അതുകൊണ്ട് തന്നെ വോയിസ് ഇച്ചിരി ലോയാണ് സാറേ, ഒന്ന് ക്ലിയർ ആക്കണേ. അതായത് യേശുദാസിന്റെ മനോഹരമായ ഭക്തിഗാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്.
അതുകൊണ്ട് തന്നെയാണ് ഞാനിതിനെ തിരഞ്ഞെടുത്തത്. വിക്ടറി, അതിൽ ജീവിതം ഒരു ഗാനം എന്ന സിനിമയിലെ പാട്ടായത്. വിക്ടറി ആർട്ട് ഫിലിംസിന്റെ ബാനറിൽ ശ്രീകുമാരൻ തമ്പി കഥയും തിരക്കഥയും സംവിധാനമൊക്കെ നിർവഹിച്ച ഒരു പടമാണിത്. ഇതിൽ മധു, ശ്രീവിദ്യ, സോമൻ എന്നിവരാണ് പ്രധാന റോളിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ MS വിശ്വനാഥനാണ് ഇതിൻ്റെ സംഗീതം കൈകാര്യം ചെയ്തത്. ഇതിൻ്റെ പ്രത്യേകത, ഈ പടത്തിൽ ശ്രീവിദ്യക്ക് ബെസ്റ്റ് ആക്ട്രസിൻ്റെ നാഷണൽ ഫിലിം അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ആലപിക്കാൻ ശ്രമിക്കാം. ഓക്കെ സാർ, താങ്ക് യു. സത്യനായക പുൽത്തൊഴുത്തിൻ ഉളകമായ സ്നേഹഗായക ശ്രീയേശുനായക സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ ഉളകമായ സ്നേഹഗായക ശ്രീയേശുനായക കാൽവരിയിൽ തുലഞ്ഞ രക്തപുഷ്പമേ കാലത്തിൻ്റെ കവിതയായ കനകത്താരമേ കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ കാലത്തിൻ്റെ കവിതയായ കനകത്താരമേ നിന്നൊളി കണ്ടുണർന്നിടാത്ത കണ്ണാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതാണോ സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ ഉളകമായ സ്നേഹഗായക ശ്രീയേശുനായക അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ സാഗരത്തിൻ തിരയേ വെന്ന കർമ്മകാണ്ഡമേ അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ സാഗരത്തിൻ തിരയേ വെന്ന കർമ്മകാണ്ഡമേ നിൻ കഥ കേട്ടലിഞ്ഞിടാത്ത മനമാണോ നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ ഉളകമായ സ്നേഹഗായക ശ്രീയേശുനായക. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അനിൽകുമാർ സാറിന് ഇനി ആർക്കായിരിക്കും ഈ പാട്ട് പാടാൻ പറ്റുന്ന? മനോജ് കുമാർ സാറേ, അനിൽകുമാർ സാറിന് പാടാൻ പറ്റുമായിരിക്കും അല്ലേ? അല്ല ഷീൽ ടീച്ചറാണോ? അനിൽ സാർ പാടും. ആ ഓക്കെ ഓക്കെ. ആ സർ
അല്ല, ഞാൻ പറഞ്ഞ ആർക്കും പാടാൻ പറ്റിയൊരു പാട്ടാണെന്നാ പറഞ്ഞത്. അതെ, മനോജ് കുമാർ സാർ പാടും. സാറിന് ഏത് പാട്ടാണ് പാടാൻ പറ്റുന്നത്? പിന്നെ അല്ലെങ്കിൽ അനിൽകുമാർ സാർ. ഞാൻ ഈ പാട്ടിനെ കുറിച്ച് ഒരു കാര്യം പറയാം. എന്താ പണ്ട് സാറേ? ഈ ഗാനമേളകൾക്കൊക്കെ നമ്മുടെ പണ്ടത്തെ ഗാനമേള, ഞങ്ങളൊക്കെ ഗാനമേളയ്ക്ക് പണ്ട് ഓർക്കസ്ട്ര പ്ലേ ചെയ്യാൻ പോയിരുന്ന സമയത്ത് ക്രിസ്ത്യൻ ചർച്ചുകളിൽ അന്ന് പെരുന്നാളിലൊക്കെ ഒരുപാട് ധാരാളം പ്രോഗ്രാംസ് നടക്കാറുണ്ട്. ഇപ്പോഴത്തെ കൂടുതൽ ഇപ്പോൾ ഒക്കെ അതൊക്കെ കുറഞ്ഞു. ഒരുപാട് ബഹളം അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും ഒക്കെ ഈ ഗാനമേള നടത്തിയിട്ട് ഇപ്പം അത് പലതരം പ്രശ്നങ്ങളുണ്ട് അതിന്. അപ്പം ഡാൻസ് കളിക്കലും ബഹളമൊക്കെ ആയിട്ട് അത് കയ്യാങ്കളിയൊക്കെ മാറുന്നത് ഇപ്പം അങ്ങനെ ഇല്ല. ഇപ്പം ഈ അങ്ങനത്തെ ഒരു സ്റ്റേജാണല്ലോ. പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. പണ്ടത്തെ കാലത്ത് ഈ പള്ളിയിലാണ്, ക്രിസ്ത്യൻ ചർച്ചിൽ ആണ് ഈ പ്രോഗ്രാം നടക്കുമ്പോൾ ആദ്യം പാടുന്ന ഒരു ഗാനമാണ്. ഇതൊരു ഭക്തി ഗാനമാണല്ലോ. അപ്പോൾ ഈ പാട്ടിനുള്ള ഒരു പ്രത്യേകത, ഒരു ഇൻട്രഡക്ഷൻ സോങ് ആണ്. ഇതിൽ പരം ഇതിന് മേലെയുള്ള ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ശരിക്കും പറഞ്ഞ ഒരു പ്രോഗ്രാമിനൊന്നും അവതരിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അക്കാലത്ത് ഞങ്ങളൊക്കെ ഗാനമേളയ്ക്കൊക്കെ പോയി ഇപ്പോഴും പല സ്റ്റേജുകളിലും പല ചർച്ചകളിലൊക്കെ പ്രോഗ്രാം ഈ പാട്ട് ഭംഗിയായിട്ട് പാടാറുണ്ട്. ഇസാസ് തന്നെ ഈ പാട്ട് പാടി കേട്ടിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ മർക്കോസ് എന്ന് പറഞ്ഞ ഗായകൻ ഈ പാട്ട് അതിമനോഹരമായിട്ട് പാടും. അദ്ദേഹം ഇസാസ് പാടുന്നതിനോടൊപ്പം, ഇസാസിനോട് പാടുന്ന പോലെ ആർക്കും പാടാൻ പറ്റില്ല, എങ്കിലും അതിനോടൊപ്പം ഏറ്റവും മനോഹരമായിട്ട് ഈ മർക്കോസ് എന്ന ഗായകന് ഇസാസിൻ്റെ കുറേ ഭാവങ്ങളും ഒക്കെ ഉള്ളൊരു ഗായകനാണല്ലോ. അപ്പം അദ്ദേഹം പാടുന്നത് കേൾക്കാനും വളരെ ഇമ്പമാണ് ഈ പാട്ട് കേൾക്കാൻ. അപ്പോൾ അത് കാരണം ഞാൻ ആ പാട്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതേ ഉള്ളൂ. അത്ര ഇതിൻ്റെ വരികളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം ഇത് എല്ലാ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങിന് വേണ്ട എല്ലാ ചേരുവകളും ഈ പാട്ടിൻ്റെ ഭക്തിയിലൂടെ നമ്മൾക്ക് വരികളിലൂടെ കാണാൻ പറ്റുമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. രണ്ടുപേരും പാടാം. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി അനുപല്ലവി വേറെ ആർക്കെങ്കിലും പാടാം. സമയം കാരണം നമുക്ക് ഒരു പാട്ടിന് തന്നെ ഒരു പല്ലവി ഓരോ സ്റ്റാൻസ് വെച്ച് ഓരോരുത്തർക്കും പാടാം. അപ്പം എനിക്ക് ഈ പാട്ട് ഇങ്ങനെ രണ്ടുപേരും പാടാൻ ഈ സന്ദർഭത്തിൽ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. എൻ്റെ പഴയകാല പല ഓർമ്മകളിലേക്കും പല സ്റ്റേജുകളിലേക്കും ഒക്കെ ഈ പാട്ടിനെ എന്നെ കൊണ്ടുപോകുന്നു. താങ്ക് യു. ശരി, സാർ പറഞ്ഞത് വളരെ ശരിയാണ്. കേട്ടിട്ടുണ്ട്. എൻ്റെ വീടൊക്കെ കുഞ്ഞുനാളിലൊക്കെ ഇങ്ങനെ ഒരു പള്ളിയും ഒക്കെ അടുത്തുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ പാട്ട്. എന്തായാലും ഇനി നമുക്ക് ഇതിന്റെ ഒരു 4 വരി വീതം കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അടുത്ത പാട്ടുകളിലേക്ക് പെട്ടെന്ന് പോകാനും പറ്റും. സാബു സാറ് ഫ്രീ ആണോന്ന് അറിയില്ല. സാറ് ഒരു പാട്ട് പോലും സാറ് പാടിയില്ല. എന്നാലും ഇനി എനിക്ക് തോന്നുന്നു അനിൽകുമാർ സാറിനൊക്കെ ഈ പാട്ട് പാടാൻ പറ്റുമായിരിക്കും. സാറൊക്കെ നന്നായിട്ട് പാടും. ഓക്കെ സാർ, താങ്ക് യു. നിത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ കാലത്തിൻ്റെ കവിതയായ കനകതാരമേ കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ. എല്ലാവർക്കും അവസരം വേണമല്ലോ. ഓക്കെ, താങ്ക് യു സാർ. സാറ്, ഷീൽ ടീച്ചർ, ഞാനൊക്കെ അൺമ്യൂട്ട് ചെയ്ത് പാടുന്നേ. 4 വരി ശ്രമിക്കാം. രമാവതി മാം 4 വരി. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക. അത്രേ പാടുന്നുള്ളൂ. താങ്ക് യു. കാൽവരി
കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, നിന്നൊളി കണ്ടു തീർത്താത്ത കണ്ണാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതാണോ, സത്യനായക മുക്തിദായക ഉൾത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീയേശു നായക. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. പാടാത്ത ആരെങ്കിലും ഉണ്ടോ ഉഷ ടീച്ചറെ നമ്മുടെ ഇതിൽ? സ്നേഹലത മാം പാടിയില്ല. ഞാൻ മുമ്പ് ഒരിക്കലും ഒരു മാം ലെഫ്റ്റ് ആയിരുന്നു. സ്നേഹലത മാം ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്നേഹലത മാം മാത്രമേ പാടാനുള്ളൂ. ഇനി മാം പാടുന്ന ഒരു 4 വരി ഓഡിബിൾ ആണോ? അല്ലെങ്കിൽ പിന്നെ ആരെ ജോർജ് സാർ ഒരു 4 വരി ഇതിന്റെ പാടുമ്പോഴത്തേക്ക് സ്നേഹലത മാം റെഡി ആവോ? എന്നിട്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. അടുത്ത പാട്ട് പാടാം. ഈ പാട്ട് അറിഞ്ഞൂടാ. ഓക്കെ ഓക്കെ. ഇനി ആരാ ടീച്ചർ ഒരു 4 വരി പാടാലോ? ടീച്ചർ കഴിഞ്ഞ പാട്ട് 4 വരി പാടാം. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തി പുളകമായ സ്നേഹഗായക ശ്രീയേശു നായക. അതൊന്നുമില്ല. താങ്ക് യു. ഓക്കെ ശൈലിമ. കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, നിന്നൊളി കണ്ടുണർന്നിടാത്ത കണ്ണാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതാണോ. താങ്ക് യു. താങ്ക് യു. ജോർജ് സാറ് 2 വരി ഇങ്ങോട്ട് പാടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. താങ്ക് യു മാ. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശു നായക. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശു നായക. കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ കനകതാരമേ,
കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, നിന്നൊളി കണ്ടുണർന്നിടാത്ത കണ്ണു കണ്ണാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീ യേശുനായക. ഓക്കെ, ഓവർ. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ ഉഷ മാഡം? പോകാം സാർ. വേണുഗോപാൽ സാർ, ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞോളൂ. എന്താണ് പാട്ടിന് സാറിന് പറയാനുള്ളത്? വളരെയധികം ഹൃദയസ്പൃക്കായ ഒരു ഗാനമാണിത്. സുപ്രിയ പിക്ചേഴ്സിന്റെ ബാനറിൽ എൻ വിൻസെന്റ് സംവിധാനം ചെയ്ത അശ്വമേധം എന്ന പടത്തിലുള്ള ഗാനമാണിത്. 1967 പുറത്തിറങ്ങിയ ഈ പടത്തിൽ സത്യൻ, ഷീല, പ്രേംനസീർ, മധു എന്നീ പ്രധാന അഭിനേതാക്കൾ അണിനിരക്കുന്നു. വയലാർ ദേവരാജൻ, യേശുദാസ് ടീമാണ് ഈ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഗാനം ഞാൻ ഒന്ന് ആലപിക്കാം. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. ഒരിടത്തു ജനനം ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം. വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലി മൃഗങ്ങൾ, നമ്മൾ വിധിയുടെ ബലി മൃഗങ്ങൾ. ഒരിടത്തു ജനനം ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനിയൊരു വിശ്രമമെവിടെ ചെന്നോ. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനിയൊരു വിശ്രമമെവിടെ ചെന്നോ. മോഹങ്ങൾ അവസാന നിമിഷം വരെ, മനുഷ്യബന്ധങ്ങൾ ചുടലവരെ, ഒരു ചുടലവരെ. ഈ മോഹങ്ങൾ അവസാന നിമിഷം വരെ, മനുഷ്യബന്ധങ്ങൾ ചുടലവരെ, ഒരു ചുടലവരെ. ഒരിടത്തു ജനനം ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം. കരളിലെ ചെപ്പിൽ സ്വപ്നമെന്നൊരു കള്ളനാണയം ഇട്ടതാര്. കരളിലെ ചെപ്പിൽ സ്വപ്നമെന്നൊരു കള്ളനാണയം ഇട്ടതാര്. കണ്ടാലകലുന്ന കൂട്ടുകാരോ, കല്ലെറിയാൻ വന്ന നാട്ടുകാരോ. കണ്ടാലകലുന്ന കൂട്ടുകാരോ, കല്ലെറിയാൻ വന്ന നാട്ടുകാരോ. ഒരിടത്തു ജനനം ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം. ഈ മണ്ണിൽ കിടക്കുന്ന കൊഴിഞ്ഞ പൂക്കൾ, ഇതുവഴി പോയവർ തൻ കാലടികൾ. ഈ മണ്ണിൽ കിടക്കുന്ന കൊഴിഞ്ഞ പൂക്കൾ, ഇതുവഴി പോയവർ തൻ കാലടികൾ. അക്കരെ മരണത്തിനിരുൾ മുറിയിൽ അഴുക്കുവസ്ത്രങ്ങൾ മാറി വരും, അവർ മടങ്ങി വരും. ഒരിടത്തു ജനനം ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം.
വേണുഗോപാൽ സാർ വളരെ ഭംഗിയായിട്ട് പാടി, മുഴുവൻ പാട്ടും പാടി. അതായത് ഇതിനെക്കുറിച്ച് എനിക്കിന്ന് ഷെയർ ചെയ്യാനുള്ളത്, ഇതിൻ്റെ തോപ്പിൽ ഭാസി എഴുതിയ പ്രസിദ്ധമായ നാടകമായിരുന്നു അശ്വമേധം. ആ നാടകം സിനിമയാക്കിയതാണ്. അപ്പോൾ അത് സംവിധാനം ചെയ്ത തോപ്പിൽ ഭാസി തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ആ നാടകം വളരെയധികം ഓടിയ നാടകമാണ് KPSCയുടെ നാടകം. അപ്പോൾ അതിനകത്ത് ചില്ലുമേടയിലിരുന്ന് എന്നെ കല്ലെറിയല്ലേ എന്ന ആ പാട്ടിന് അതിന് പകരമുള്ള ഒരു പാട്ടാണ്. അതേ ട്യൂണുള്ള ട്യൂണല്ല, അതേ ഒരു ലെവലിലുള്ള പാട്ടാണ് ഈ പറയുന്ന അശ്വമേധം സിനിമയിലെ ഈ പാട്ട്. സിനിമയിൽ നമ്മുടെ സത്യനും ഷീലയും കൂടെ വളരെ മത്സരിച്ച് അഭിനയിച്ചതായിട്ടുള്ള ഒരു പടമാണ്. അപ്പോൾ അത് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഞങ്ങളുടെ അടുത്തുള്ള ശൂരനാട് കുഷ്ഠരോഗ ആശുപത്രിയിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ കുഷ്ഠരോഗ ആശുപത്രി ശൂരനാട് എന്ന് പറയുന്നത്, അതായത് കായംകുളത്തിന് മുതൽ കടൂരിനടുക്കുള്ളതായിട്ടുള്ള സ്ഥലമാണ്. സാറിന് 4 വരി പാടാമോ? 4 വരി പാടുന്നുണ്ട്. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനിയൊരു വിശ്രമം എവിടെ ചെന്നോ. മോഹങ്ങൾ അവസാന നിമിഷം വരെ, മനുഷ്യബന്ധങ്ങൾ ചുടലവരെ. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. ഓക്കെ മാഡം, താങ്ക് യു. സർ. ഗോപകുമാർ സാറ് വന്നിട്ടുണ്ടല്ലോ. സാർ ഇപ്പൊ ജോയിൻ ചെയ്തോളും തോന്നുന്നു. സാറിന് പാടാൻ പറ്റുന്ന പാട്ടാണോ ഇത്? ഷീൽ ടീച്ചർ പാടുവോ? കുമാർ സർ ആരാണ് കേട്ടോ? ഓക്കെ സർ, താങ്ക് യു. ആരാണോ? സർ, അതെ. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ. നമ്മൾ വിധിയുടെ ബലിമൃഗങ്ങൾ. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനിയൊരു വിശ്രമം എവിടെ ചെന്നോ. മോഹങ്ങൾ അവസാനം നിമിഷം വരെ, മനുഷ്യബന്ധങ്ങൾ ചുടലവരെ. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. യെസ്, ഓവർ. കരളിലെ ചെപ്പിൽ ഒരു കള്ളനാണയം ഇട്ടതാര്, കണ്ടാലകലുന്ന കൂട്ടുകാരോ, കല്ലെറിയാൻ വന്ന നാട്ടുകാരോ. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. അങ്ങനെയാണ് ഈ പാട്ടിന്റെ അവസാനം. ആരാണ് അടുത്തത് പാടുന്നത്? സ്നേഹലത പാപം. പാടിയില്ല. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ. നമ്മൾ വിധിയുടെ ബലിമൃഗങ്ങൾ. കാണാൻ പറ്റുന്നില്ല. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ,
ഇനിയൊരു വിശ്രമമെവിടെ ചെന്നോ, മോഹങ്ങൾ അവസാന നിമിഷം വരെ, മനുഷ്യബന്ധങ്ങൾ ചുടലവരെ, ഒരു ചുടലവരെ. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ, നമ്മൾ വിധിയുടെ ബലിമൃഗങ്ങൾ. താങ്ക് യു. ഞാൻ പാടാം. കരളിലെ ചെപ്പിൽ സ്വപ്നമെന്നൊരു കള്ളനാണയമിട്ടതാരെ, കണ്ടാലകലുന്ന കൂട്ടുകാരോ, കല്ലെറിയാൻ വന്ന നാട്ടുകാരോ. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ, നമ്മൾ വിധിയുടെ ബലിമൃഗങ്ങൾ. താങ്ക് യു. ടീച്ചർ കംപ്ലീറ്റ് ചെയ്യാമോ? ഞാൻ പാട്ടെ. അവസാനത്തെ ഒരുപാടാ. ഈ മണ്ണിൽ കിടക്കുന്ന കൊഴിഞ്ഞ പൂക്കൾ, ഇതുവഴി പോയവർ കാലടികൾ, അക്കരെ മരണത്തിനൊരു മുറിയിൽ അഴുക്കുവസ്ത്രങ്ങൾ മാറി വരും, അവർ മടങ്ങി വരും. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. വഴിയറിയാതെ മുടന്തി നിൽക്കും വിധിയുടെ ബലിമൃഗങ്ങൾ, നമ്മൾ വിധിയുടെ ബലിമൃഗങ്ങൾ. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനിയൊരു വിശ്രമമെവിടെ ചെന്നോ, മോഹങ്ങൾ അവസാന നിമിഷം വരെ, മനുഷ്യബന്ധങ്ങൾ ചുടലവരെ, ഒരു ചുടലവരെ. താങ്ക് യു. മനോജ് സാറ് വലിയൊരു കലാകാരനാണ്. ഒട്ടുമിക്ക സിനിമ പിന്നണി ഗായകരുടെ സംഘത്തിലുണ്ടായിരുന്നതാണ്. ബോങ്കോസ് വായിക്കുകയും അതും എല്ലാ പരിപാടികളും ചെയ്തിരുന്ന ആളാണ്. പുള്ളി ഇവിടെ വന്ന് അനങ്ങാതിരിക്കുക. പാട്ടിന്റെ എല്ലാ വശങ്ങളും അറിയാവുന്ന ഒരാളാണ് നമ്മുടെ മനോജ് കുമാർ സാറ്. ഓക്കെ ഓക്കെ. സാറ് ഞാൻ പിന്നണിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു, ഗായകനായിരുന്നില്ല. എങ്കിലും സാറ് പറഞ്ഞത് കറക്റ്റാണ്. ഗായകരുടെ കൂടെ പല വേദികളിലും പോകാനുള്ള ഗാനമേളയ്ക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ കിട്ടിയതിലുണ്ട്. അതിൽ ഭയങ്കര ഇതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്ന ആളാണ്. അതെ, പ്ലേ ചെയ്യാറുണ്ട്. പണ്ടത്തെ മാതിരി അങ്ങനെ പ്രോഗ്രാമിന് പോകാറുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മളുടെ ഒരു ബാൻഡും ഓർക്കസ്ട്രയൊക്കെ ഉണ്ട്, അതിലൊക്കെ നമ്മൾ പ്ലേ ചെയ്യാറുണ്ട്. അപ്പം ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ, നമ്മളൊക്കെ പഴയ പാട്ടുകൾക്ക് വേണ്ടിയാണ് കൂടുതലും പ്ലേ ചെയ്യാറ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോയി ഞാൻ ആരെങ്കിലും പാടണം. നമ്മുടെ ഷീല മാഡത്തിനെ കണ്ടില്ലല്ലോ ഇന്ന്. ഷീല മാഡം പാടുന്നവർ വീഡിയോയിൽ വരുമോ? ഈ പാടുന്നവർ വീഡിയോ പാടുന്ന സമയത്ത് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, നാളെ അത് മനസ്സിലാക്കായിരുന്നു. അതുപോലെ മനോജ് കുമാർ സാറിന്റെ ഒരു കാര്യം കൂടി പറയട്ടെ. സാർ ഈ പ്ലാറ്റ്ഫോമില് സാറിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ സക്കീർ ഹുസൈൻ സാറിന്റെ ഓർമ്മ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജയചന്ദ്രൻ സാറിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ സാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ സാറ് പറയുണ്ടായി വൈക്കം വിജയലക്ഷ്മി മാമിന്റെ കൂടെയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്, പല സ്റ്റേജുകളിലും പെർഫോം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ സാറ്. പിന്നെ സാറിന്റെ മാമന്റെ മോനെന്നൊക്കെ പറഞ്ഞ ഒരാൾ വന്ന് പാടുകയൊക്കെ ചെയ്തില്ലേ. അവരൊക്കെ സാറിപ്പം എക്സ്പീരിയൻസ് ഒരുപാട് ഷെയർ ചെയ്യുണ്ടായി. സാർ വലിയ ആളാന്ന് ഞങ്ങൾക്ക് അറിയാം, വലിയ അഭിമാനമുണ്ട്. അതിന് അപ്പുറത്തേക്ക് ഒരുപാട് നന്ദിയുണ്ട്. സാറിന്റെ കൂടെയൊക്കെ ഈ ഒരു ചെറിയ പ്രോഗ്രാമിൽ, ചെറുതല്ല, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പങ്കുവയ്ക്ക് ഞങ്ങൾക്ക് പങ്കിടാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു നന്ദിയോടുകൂടി ഓർക്കുന്നു സാർ. താങ്ക് യു സോ മച്ച്. സംഗീതം എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണല്ലോ. കാര്യം സന്തോഷം ഉണ്ടെങ്കിലും സന്താപം ഉണ്ടെങ്കിലും ദുഃഖം ഉണ്ടെങ്കിലും ദുരിതം ഉണ്ടെങ്കിലും കേൾക്കാൻ പറ്റുന്നത്
എന്താണ് പാട്ടാണ് സംഗീതം. ജോർജ് സാറേ. ശരി. അപ്പോൾ അത് എപ്പോഴും നമ്മളൊരു സൂത്തിങ് തരും. അപ്പോൾ സംഗീതത്തിനോടൊപ്പം യാത്ര ചെയ്യുന്നവർക്ക് ഇപ്പം ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് വേറൊരു അനുഭൂതിയാണ്. നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടാറുണ്ട്. പാട്ട് പാടും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ ഇപ്പൊ ഗായകരായിട്ടൊന്നുമല്ലോ, വലിയ വലിയ ഗായകരല്ല നമ്മൾ. പക്ഷേ എന്താ പാട്ടിന്റെ ആ പാലാഴി, പാട്ടിന്റെ ആ പ്രത്യേകതകൾ, അത് നമ്മൾ ഉണ്ടാക്കുന്ന എന്താണ് വൈകാരിക ചലനങ്ങളൊക്കെയാണ് ഈ പ്ലാറ്റ്ഫോമിലെ പ്രത്യേകത. അതുകൊണ്ട് ആർക്കും പാട്ട് പാടുന്നതിലെ ഭംഗിയല്ല, ആ പാട്ട് പാടാനുള്ള മനസ്സും. ഇപ്പൊ അനിൽകുമാർ സാറ് പറഞ്ഞ മാതിരി തന്നെ പാട്ട് പാടാനുള്ള ഒരു ഒരു കഴിവിനേക്കാൾ ഉപരി അതിന് എടുക്കുന്ന എഫേർട്ടിനെയാണ് നമ്മൾ ആദ്യം ശരിക്കും തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നത്. നമ്മളാരും ഗായകരല്ല, പക്ഷെ പാട്ടിലൂടെ പലതും സാധിക്കാൻ പറ്റും എന്ന് പറയാൻ ഇപ്പോൾ മ്യൂസിക് തെറാപ്പി പോലും ഉണ്ടായിരുന്നു. പ്രിയ ജോസഫ് ജോൺ സാർ ഒരുപാട് ക്ലാസ്സുകൾ നമ്മളെ എന്തൊക്കെയാണ് സംഗീതത്തിന് മനുഷ്യർക്ക് തരാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ച് വളരെ നീണ്ട, സാർ എത്രയോ ക്ലാസ്സുകളിൽ കൂടിയാണ് നമുക്കൊക്കെ ഒരു പാട്ടിന്റെ പ്രത്യേകത, സംഗീതത്തിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു തന്നത്. ഇനിയും സാറിന്റെ ക്ലാസ്സുകൾ തുടർന്ന് ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ സമയം ഒക്കെ പരിഗണിച്ച് നമുക്ക് അടുത്ത പാട്ടിലേക്ക് നീങ്ങിയാലോ ഉഷ ടീച്ചറെ? അടുത്ത പാട്ടിലേക്ക് പോകാം. കാര്യം ജോർജ് സാറിനൊക്കെ എന്നാലും ഒരു പാടണം എന്നുണ്ടാവും. എന്നാലും സാറ് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് പറയുന്നു? അല്ലെ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പാടിക്കോട്ടെ. പാടിക്കോ സാർ. പാടിക്കോളൂ. പാടിക്കോ സാറേ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ നമ്മൾ, വിധിയുടെ ബലിമൃഗങ്ങൾ. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനിയൊരു വിശ്രമമെവിടെ ചെന്നോ, മോഹങ്ങൾ അവസാന നിമിഷം വരെ മനുഷ്യബന്ധങ്ങൾ ചുടൽ ഓവർ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ആരും കേൾക്കുന്നില്ലേ? ഓവർ. കേട്ടു 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 കേട്ടു. കേൾക്കുന്നുണ്ട് സാർ. സാർ വളരെ നന്നായിട്ട് പാടി. പാടി വളരെ കേട്ടു. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം മനോജ് സർ. യെസ്. ഓക്കെ, താങ്ക് യു സർ. ഷീൽ ടീച്ചറിന്റെ കോൺട്രിബ്യൂഷൻ തീരെ കുറവായിരുന്നു കേട്ടോ ഇന്ന്. ടീച്ചർ ഒന്ന് രംഗത്തേക്ക് വരണേ. വയലാർ മനോഹരമായ പാട്ട്. അതെ സാർ, തീർച്ചയായിട്ടും. ഇത് നമ്മള് ഒരിക്കൽ കൂടി ഈ മനോഹര തീരത്ത് ഒരു ജന്മം കൂടി തരണമെന്ന് നമ്മള് എല്ലാവരും അല്ലെ, ഇവിടെ സ്നേഹിച്ച് കൊതി തീർന്ന് ജീവിച്ച് കൊതി തീർന്ന് പോയവർ, ഈ ഭൂമി വിട്ടു പോയവരില്ല എന്ന് കവി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ് ഈ ഓരോ വരികളിലും നമുക്ക് വായിച്ചറിയാൻ കഴിയുക. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം. നമുക്ക് ഈ ഒരു പാട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യം, സാറിന് എന്താ പറയാനുള്ളത് നോക്കാം. സാറ് വേണുഗോപാൽ സർ. വോയിസ് ഒന്ന് ശരിയാക്കണേ സർ. ഹലോ, ഇപ്പോഴോ? കേൾക്കാം, ഇപ്പൊ ക്ലിയർ ആണ്. ഈ ഞാൻ തിരഞ്ഞെടുത്ത് ഇഷ്ടപ്പെട്ട ഒരു ഗാനം ആയതുകൊണ്ട് തന്നെ കെ സുമാരൻ കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു പടമാണിത്. സുവർണ മൂവി എൻ്റർപ്രൈസസ് ആണ് 1975 ഈ പടം റിലീസ് ചെയ്യുന്നത്. പ്രേംനസീർ, ജയഭാരതി, KP ഉമർ, തിക്കുറിശി അടൂർവാസി എന്നിവരാണ് ഇതിലെ പ്രധാന അഭിനേതാക്കൾ. വയലാർ രാമവർമ്മ എഴുതിയ ഗാനങ്ങൾക്ക് ഈണം പകർന്നത് ദേവരാജ മാസ്റ്റർ, പാടിയത് യേശുദാസ്. ഗാനം കൊട്ടാരം വിൽക്കാനുണ്ടെന്ന പടത്തിൽ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം,
ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ പൂവൽ പൊഴിയും തീരം. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, സ്വർണ്ണമരാളങ്ങളുണ്ടോ? വസുന്ധരേ വസുന്ധരേ, മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ? ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ വർണ്ണസുരഭിയം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? ഈ വർണ്ണസുരഭിയം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, ഗന്ധർവഗീതമുണ്ടോ? വസുന്ധരേ വസുന്ധരേ, കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ? ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. താങ്ക് യു. നമുക്ക് പെട്ടെന്ന് 4 വരി വീതം ഉഷ പാടി. മാഡം, എന്തോ ഉഷ മാഡം ഈ പാട്ടിനെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്ത് ആ തീർച്ചയായിട്ടും സാർ. ആ തീർച്ചയായും തൃക്കാക്കര സാർ. എം എൽ എ ആയിട്ടുള്ള തൃക്കാക്കര എം എൽ എ ആയിരിക്കുന്ന ശ്രീമതി ഉമാ തോമസിൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ പുള്ളിയായിരുന്നു അത് അവിടുത്തെ എം എൽ എ മരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം നേരത്തെ തന്നെ മരിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ ശവദാഹം നടക്കുമ്പോൾ ക്രിസ്ത്യൻ പാട്ടുകളൊന്നും ഇടണ്ട. സാറ് ക്രിസ്ത്യൻ പാട്ടുകളാണല്ലോ ഇടുന്നത്, അതായത് മരണത്തിൻ്റെ ഗാനങ്ങൾ. പക്ഷെ അതിലിടണ്ട, ഈ പാട്ടിട്ടാൽ മതി, കാരണം അത്രയ്ക്കും പുള്ളിയെ സ്വാധീനിച്ചതായ പാട്ടാണ്. ഈ ലോകത്ത് ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി തരുമോ, ഇവിടെ ജീവിച്ച് കൊതി തീർന്നവരാരുമില്ല എന്നുള്ള വളരെ വയലാറിൻ്റെ വളരെ മനോഹരമായ വരികൾ, വളരെ ജീവിത യാഥാർത്ഥ്യം തുറന്നതായ വരികൾ, അതായിരുന്നു അന്ന് ആ ശവദാഹത്തിന് വഴിനീളെ പാടിക്കൊണ്ട് പോയത്, അല്ലെങ്കിൽ പാടിയിരുന്നത് ഞാൻ ഓർക്കുന്നു. അതെ സാർ, ഞാൻ ഓർക്കുന്നു. അതെ, അത്ര മനോഹരമായിട്ടുള്ള വരികളാണ്. സ്നേഹിച്ചു കൊതി തീരാതെ, ജീവിച്ചു കൊതി തീരാതെ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നവരുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട വരികളാണിത്. ഞാൻ ഓർക്കുന്നു അത് സാറ് പറഞ്ഞ ഒരു കാര്യം. ഈ ഒരു വരികളാണ് അവിടെ ആ പാട്ട് വെച്ചിരുന്നത്.
ഓർക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ പാട്ട് ഒരു 4 വരി വീതം. കാരണം ഇത്രയധികം ഒരു മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ച വരികൾ ഉണ്ടാവും തോന്നുന്നില്ല. അത്രയേറെ മനോഹരമാണ് ഈ ഓരോ വരികളുടെയും അർത്ഥം. നമുക്ക് എല്ലാവർക്കും ഒരു 4 വരി വീതം ഈ പാട്ട് പാടുന്ന. സാറ് ഒരു 4 വരി പാടുവോ? 4 വരി പാടാം. ഓക്കെ സാർ, കണക്ട് ചെയ്ത് പോ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഓക്കെ മാഡം. താങ്ക് യു സർ. ഇനി രമാവതിമ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ നിത്യഹരിതയം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, സ്വർണമരാളങ്ങളുണ്ടോ, വസുന്ധരേ വസുന്ധരേ, മതിയാകും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ട്. താങ്ക് യു മാം. താങ്ക് യു. ഷീൽ ടീച്ചർ കണക്ട് ചെയ്യാമോ? അപ്പോഴേക്ക് സ്നേഹലിതമ്മ 4 വരി പാടിക്കോ? പാടുന്നോ? അൺമ്യൂട്ട് ചെയ്യണം. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. താങ്ക് യു. താങ്ക് യു. അനിൽകുമാർ സർ, ജോർജ് സർ, പെട്ടെന്ന് പാടി തീർക്കാവേ. അനിൽകുമാർ സർ പ്ലീസ്. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. പോരെ, എല്ലാവർക്കും പാടാനുള്ളതല്ലേ? താങ്ക് യു സർ. താങ്ക് യു. ജോർജ് സർ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം,
തീരം ഇന്ദ്രധനുസിൻ തുവൽ പൊഴിയും ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസ്സുകളുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, സ്വർണമാരാളങ്ങളുണ്ടോ? വസുന്ധരേ വസുന്ധരേ മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ? താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് സാർ എന്ത് ചെയ്യണം, മൈൻഡപ്പ് ചെയ്യണോ? അത് അടുത്ത ഒരു പാട്ടും കൂടി ഉണ്ട്, ലേറ്റ് ആണ്. അടുത്ത പാട്ടിലേക്ക് പോവാം. ആരും പാടുന്നില്ലെങ്കിൽ ഓക്കെ. അതെ സാർ, അടുത്ത പാട്ടിലേക്ക് പോയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അതെന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ചോദിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ആ പാട്ട് ഒന്ന് പാടി നമുക്ക് കൺക്ലൂഡ് ചെയ്താലോ സാറേ? അപ്പൊ നമുക്ക് പെട്ടെന്ന് തീരുമല്ലോ. മനോജ് കുമാർ സാർ, വേണുഗോപാൽ സാർ, നമുക്ക് എന്താണ് ഈ സാർ ഈ പാട്ട് തിരഞ്ഞെടുക്കാൻ സാറിന് എന്താണ് പറയാനുള്ളത്? കടത്തനാട്ടുമാക്കം എന്ന സിനിമയിൽ ഞാൻ കണ്ട പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്. നവോദയ ഫിലിംസിന്റെ ബാനറിൽ ശാരംഗമണി തിരക്കഥയും നവോദയ അപ്പച്ചൻ സംവിധാനവും നിർവഹിച്ച ഈ പടം 1978 റിലീസ് ചെയ്തു. പ്രേംനസീർ ജയൻ, ഷീല ജയഭാരതി എന്നിവർ പ്രധാന റോളുകൾ അഭിനയിച്ചു. ചിറയൻകീഴ് രാമകൃഷ്ണൻ നായരും പി ഭാസ്കരനും ചേർന്നിട്ട് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി. സംഗീത സംവിധാനം നിർവഹിച്ചത് ദേവരാജ മാസ്റ്റർ. ഗാനം ഞാൻ ആലപിക്കാം. ഇടവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, ഇടവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ, വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. കളിവെള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ, കളിവെള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ, കനവിൻ്റെ കളിത്തേരിൽ വന്നില്ലേ, സ്നേഹ കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ, ക്ഷണിച്ചില്ലേ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, കളവക്കൂട്ടറിഞ്ഞു കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ, വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ, 15-ാം വാവിലെ പാലാഴി തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു, 15-ാം വാവിലെ പാലാഴി തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു, പുളിയിലക്കരമുണ്ടു ഉദച്ചാട്ടേ, നിന്റെ സഖിമാരെ ഉണർത്താതെ വന്നാട്ടേ, വന്നാട്ടേ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ, വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. നെക്സ്റ്റ് ഷീൽ ടീച്ചറെ ഒന്ന് പാടുമോ?
കൺക്ലൂഡ് ചെയ്യണ്ടോ? അനിൽകുമാർ സർ ബിസി ആയെന്ന് തോന്നുന്നു. ഇന്ന് ടീച്ചർ ഇത് മ്യൂട്ടാക്കി വെച്ചിട്ട് എവിടെയെങ്കിലും പോയോ? ഇവിടെ ഇല്ല. രണ്ടിലെയും പാടാം, രണ്ടിലെയും പാടാം. ഓക്കെ സർ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, വിരകത്തിൻ ചൂടുണ്ടോ വിയപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൽ വിസറിയുണ്ടോ, കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ, കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ. നിർത്തിയാക്കട്ടെ. യെസ്, ബാക്കിയുള്ള പാട്ട് എല്ലാരും പാടാറുണ്ടല്ലേ? ഓക്കെ, രണ്ടുമൂന്നുണ്ട് കേട്ടോ. ഒന്ന് ഉഷമം പാടിക്കൂ. മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ, കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ, കനിവിന്റെ കളിത്തേരിൽ വന്നില്ലേ, സ്നേഹ കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ, ക്ഷണിച്ചില്ലേ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറി കളപ്പക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. താങ്ക് യു. നല്ല പാട്ട്, ഒത്തിരി ഇമ്പ്രൂവ്മെന്റ്, നല്ല പാട്ടാണ് കേട്ടോ. സാബു സാറ് പാടുന്നില്ലേ? ഇന്ന് ഞാൻ പാട്ട് പാടുന്നില്ല. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇന്നത്തെ പാട്ടുകാരൊക്കെ സൂപ്പർ പാട്ടുകാരാ. പ്രത്യേകിച്ച് വേണുഗോപാൽ സാറ് രണ്ടും കൽപ്പിച്ച അല്ലേ? വളരെ കൃത്യമായിട്ട് സാറത് സാറിന്റെ ഇഷ്ടഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ സാറിന്റെ ഇഷ്ടഗാനങ്ങൾ തന്നെയാണ്. പൂർണ്ണമായിട്ടും പാട്ടെല്ലാം പാടി നല്ല മനോഹരമായിട്ട് സാറ് സാധാരണ പാടുന്ന പോലെ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് നല്ല സുന്ദരമായി. അപ്പൊ എല്ലാവർക്കും നല്ല സൂപ്പർ കയ്യടി കൊടുക്കാം വേണുഗോപാൽ സാറിന്. തീർച്ചയായിട്ടും. പാടട്ടെ സാറേ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, വടക്കൻ പാട്ട്, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞും കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ, കളിവള്ളം കെട്ടിയിട്ട് പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ, കളിവെള്ളം കെട്ടിയിട്ട് പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ, കനവിന്റെ കളിത്തേരിൽ വന്നില്ലേ, സ്നേഹക്കളിവാക്ക് പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ, ക്ഷണിച്ചില്ലേ. താങ്ക് യു സർ. തീർച്ചയായിട്ടും ഇന്ന് വളരെ 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 മനോഹരം. കാരണം ഇന്ന് എല്ലാവർക്കും അല്ലേ, ശരിക്കും എല്ലാവർക്കും പാട്ട് പാടണമെന്ന് തോന്നി. കാരണം ഓരോരുത്തരും പാടുമ്പം എനിക്കും പാടണം എന്ന് തോന്നി അല്ലേ, ശരിക്കും ഇല്ലേ? അവിടെ എല്ലാവരും പാട്ട് പാടി. എനിക്ക് ഓൾമോസ്റ്റ് 9 മണി വരെയായി. അത്ര മനോഹരമായിരുന്നു. അപ്പൊ വേണുഗോപാൽ സാറിന് ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരു കയ്യടി തന്നെ വീണ്ടും കൊടുക്കാൻ തോന്നുന്നു. കാരണം അത്ര ഇഫക്റ്റീവ് ആയിരുന്നു സാറ്. ബാക്കിയായിട്ട് സാബു സാറ് പറഞ്ഞ ബാക്കിയായിട്ട് വേണുഗോപാൽ സാറിന്റെ പാട്ടിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. സാറ് 7 പാട്ട് സെലക്ട് ചെയ്ത 7 പാട്ടും ദേവരാജൻ മാസ്റ്റർ കമ്പോസ് ചെയ്ത പാട്ടുകളാണ്.
അതോടൊപ്പം തന്നെ വളരെ പ്രിപ്പയർഡായിട്ടുമാണ് വന്നിരിക്കുന്നത്. ആ പാട്ടിൻ്റെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട്, ആ പാട്ടിൻ്റെ സന്ദർഭം, അതിൻ്റെ ചിത്രീകരണത്തിലെ സന്ദർഭമൊക്കെ സാറ് വലിയൊരു ഹോംവർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ കമ്പനികളൊന്നും ആരും ഓർത്തിരിക്കാറില്ല. ആരാണ് പടം പ്രൊഡ്യൂസ് ചെയ്തതെന്ന് എനിക്കറിയാറില്ല, ഞാൻ തിരക്കാറുമില്ല കാര്യങ്ങൾ. എങ്കിലും സാർ അതുപോലും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിരിക്കുന്നുള്ളതാണ്. അപ്പം പാട്ടിനോടുള്ള സാറിൻ്റെ ആ ഇഷ്ടവും പാട്ടുകൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു അർപ്പണവും ഒക്കെ ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നോട്ട് ചെയ്യേണ്ട മാത്രമാണ്. അപ്പോൾ സാർ പറഞ്ഞ പോലെ മണി 9 എല്ലാവർക്കും നല്ലൊരു ഇപ്പൊ ശുഭരാത്രി. ആരുടെ പാട്ടാണ് അടുത്തത്? ആരുടെ പാട്ടാണ് അടുത്ത ആഴ്ച? അടുത്ത ആഴ്ച ആരാണ് പാടുന്നത്? അനിൽകുമാർ സാർ വരുമോ അടുത്ത ആഴ്ച ഇഷ്ടഗാനങ്ങളുമായിട്ട്? വിളിക്കരുത്. വേണുഗോപാൽ സാറൊക്കെ പറഞ്ഞു വന്ന, ചോദിച്ചു വന്ന, അതുപോലെ അതെ ചോദിക്കട്ടെ. അതെ അതെ അതെ, സത്യം ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നതാണേ. സാറോട് പറഞ്ഞതാ, ചോദിച്ചതാ. അതെ, അത് തന്നെയല്ല, തിങ്കളാഴ്ച ദിവസം സാർ PPT എനിക്ക് ഇട്ടു. ഓ, ഞാനാണ് ഇന്നലെ വരെ മിനിയാന്ന് വരെ താമസിപ്പിച്ചത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരുടെ പാട്ട് എന്നുള്ളത് പറഞ്ഞോളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പുതിയ ആൾക്കാരെ പിടിച്ചോണ്ട് വരും. ഇത് എളുപ്പമാണ്, കാരണം ഈ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പൊ വേണുഗോപാൽ സാറ് ചെയ്ത ഒരു മാതൃക കണ്ടപ്പം അടിപൊളി. ഓക്കെ, ആർക്കും വേണമെങ്കിലും പറയാം കേട്ടോ, ആർക്കും വേണമെങ്കിലും പറയാം. നമുക്കിപ്പോൾ ആരെയും തേടി പോകേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും പറയാം. മനോജ് സാർ ഒന്ന് ശ്രമിച്ചാലോ? ഞാൻ സാറ് ഞായറാഴ്ച ഇത്തിരി തിരക്കായിരിക്കും, ഞാൻ ട്രാവലിലായിരിക്കും. അതുകൊണ്ട് ഞാൻ വരുന്ന കാര്യം അടുത്ത ആഴ്ച ഞാൻ തീർച്ചയായിട്ടും ഈ വരുന്ന അതിന്റെ അടുത്ത ആഴ്ച എൻ്റെ ഇഷ്ടഗാനങ്ങൾ ഇതിനെ ആയിക്കോട്ടെ. അടുത്ത ആഴ്ചത്തേക്ക് എനിക്കൊരു എന്നാ രമാവതി മാമിന് കൊടുക്കുക. അമ്മ ഒരു പ്രാവശ്യം എടുത്തിട്ട് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണോ? ഓക്കെ ആണോ? ശരിയാ. ഞാൻ ഉണ്ടെങ്കിൽ പറ്റുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവുന്ന തോന്നുന്നു സാറേ അടുത്ത ആഴ്ച. അങ്ങനെ പറഞ്ഞാൽ മതി, ഉണ്ടാകുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ബാക്കി ഇവിടെ എടുക്കാൻ ആളുണ്ട്, ഡോണ്ട് വറി. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല, അങ്ങനെ ഒന്ന് റെഡിയാക്കി നിർത്താൻ വേണ്ടിയാ കേട്ടോ, വേറെ പ്രശ്നം. അതുപോലെ ചൊവ്വാഴ്ച സ്നേഹലത മാം കഥ പറയുമല്ലോ അല്ലേ? മ്യൂട്ടാണ്. പറയാം സാർ, പറയാം. ഓക്കെ, ഒരു കഥയാണോ ഞങ്ങൾ കൂട്ടി പറയണോ? 2 കഥ. 2 കഥ. അപ്പൊ ആർക്കെങ്കിലും 2-3 കഥകളുണ്ടെങ്കിൽ, ചെറിയ കഥകളുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് പറയാം കൂടെ കേട്ടോ. മാം പറയും, എൻ്റെ കൂടെ നമുക്ക് പറയാം. ഓക്കെ, ശരി. പിന്നെ ഇനി എന്താ ആർക്കാ പറയാനുള്ളത്? നമുക്ക് വൈകിട്ട് ചെയ്യാൻ സമയമായി അല്ലേ? പാട്ടുകളെല്ലാം കഴിഞ്ഞു. സാറിന്റെ ഇഷ്ടഗാനങ്ങളിലെ എല്ലാ പാട്ടുകളും ഇപ്പൊ നമ്മള് പ്ലേ ചെയ്തു. ശരിക്കും നമുക്ക് ഇത്രയും പാട്ട് വേണ്ട, ഒരു 4 പാട്ടൊക്കെ മതി, ഇല്ലെങ്കിൽ നമ്മൾ സമയം ഒത്തിരി ലേറ്റ് ആവും. 4 പാട്ട് ഇട്ടാ മതി. സാറേ ഒരാള് പിന്നെ പല്ലവിയും അനുപല്ലവിയും, പിന്നെ ഒരാൾ ചരണം പാടിയാൽ മതി. മുഴുവൻ പറയും. നിയമം പറഞ്ഞാൽ ഇതൊന്നും നടക്കൂല. പാട്ട് പാടാൻ തോന്നി കഴിഞ്ഞാൽ മുഴുവൻ പാടണം തോന്നിപ്പോ. ഒരു 4 പാട്ട് മതി, അപ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട്. അത് തന്നെയല്ല, നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ഈ പാട്ട് എഴുതുന്ന പാട്ടുകൾ എങ്ങനെയാണ് അത് കൃത്യമായിട്ട് പാടുന്നതെന്ന് നമ്മുടെ ഷീലാമാം നമുക്ക് പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഈ ആഴ്ച ഒന്ന് ചിന്തിച്ച് നമ്മൾ ചെറിയൊരു ഗ്രൂപ്പ് പോലെ ഫോം ചെയ്തിട്ട് പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച പാടുന്ന പാട്ടുകളെല്ലാം ഒന്ന് അഡ്വാൻസ് ആയിട്ട് ഇടുവാണെങ്കിൽ നമുക്കതൊന്ന് പ്രിപ്പയർ ചെയ്യാനോ മാം ഒന്ന് പാടിത്തരാനോ ഒക്കെ ഒരു പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യപ്രാപ്തിയോടെ പാടാൻ പറ്റും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടിയിട്ട് പോകണ്ട, നല്ല മനോഹരമായിട്ട് പാടി അല്ലേ, അവിടെ ഒരു പാഷൻ ശരിക്കും ഡെവലപ്പ് ചെയ്യും. എനിക്ക് ഭയങ്കര അത്ഭുതമായി വേണുഗോപാൽ സാറിന്റെ ഈ പാട്ട് കേട്ടിട്ട്. അടിപൊളി. എല്ലാ പാട്ടും സാറ് കംപ്ലീറ്റ് പാടുകയും ചെയ്തേ. എല്ലാ പാട്ടും സാറ് ഫുള്ളായിട്ട് പാടി എന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. പാടണം, എങ്ങനെ കണ്ടക്ട് ചെയ്യണമെന്നൊക്കെ വേണുഗോപാൽ സാർ ശരിക്കും ഒരു മാതൃകയാണ്. അതുകൊണ്ടാ സാറേ ഇത് പുറത്തേക്ക് ഒത്തിരി പേരെ വിളിക്കാത്ത. ഒത്തിരി പേരെ വിളിച്ചാൽ നമുക്ക് ഒരു പാട്ട് പോലും പാടാൻ ഇല്ലെങ്കിൽ എത്രയോ പേരെ വേണം വിളിക്കാൻ, ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇതിനൊന്ന് പോസ്റ്റ് പോലും ഞാൻ ഇടാറില്ല, ജസ്റ്റ് ഒന്ന് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് ഇടുന്നല്ലാതെ. ഓക്കെ, അപ്പം ക്ഷമാം ഒന്ന് കൺക്ലൂഡ് ചെയ്യും. താങ്ക് യു. അപ്പൊ എന്തായാലും ഈ ഞായറാഴ്ച നമ്മുടെ പോസിറ്റീവ് കമ്മ്യൂണിലെ നാടൻ പാട്ടുകളുടെ ഗാനമേളയാണ്. പാടിക്കോട്ടെ, അത് പാടിക്കോട്ടെ, അത് കുഴപ്പമില്ല, നമുക്ക് എന്തും പാടാം. തീർച്ചയായിട്ടും നമുക്ക് ഇതിനു ശേഷം നാടക ഗാനങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദികൾ വരുന്നുണ്ട്. നമ്മൾ അതേക്കുറിച്ച് പ്ലാൻ ചെയ്യുകയുണ്ടായി. പക്ഷെ ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു 9 മണി ആയത് അറിഞ്ഞില്ല. എല്ലാം വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് സെലക്ട് ചെയ്തത്. അതുപോലെ മനോജ് കുമാർ സാർ പറഞ്ഞ ഒരു
സ്പെഷ്യാലിറ്റി കൂടി ഈ ഒരു പാട്ടുകൾക്കുണ്ട്. എല്ലാ പാട്ടുകളും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത് ദേവരാജൻ മാസ്റ്ററാണ്. അതുപോലെ ലാസ്റ്റത്തെ പാട്ട് മാത്രം ഒഴിവാക്കിയാൽ ബാക്കി എല്ലാ പാട്ടുകളും വയലാർ രാമവർമ്മ സാറിന്റെ പാട്ടായിരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഒരു സെഷനിന് സാറിന്റെ ഈ സെലക്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും വളരെ നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു സെഷനാണ്. സാറ് വളരെ സാറ് പറഞ്ഞ പോലെ തന്നെ വളരെ പ്രിപ്പയർഡ് ആയിട്ട് വളരെ നല്ല രീതിയിൽ കോൺഷ്യസ് ആയിട്ടാണ് ഈ പാട്ടുകൾ സെലക്ട് ചെയ്തതും അവതരിപ്പിച്ചതും. ഇത് വളരെ മനോഹരമായിട്ട് ആദ്യ അവസാനം ഇത് ഞങ്ങളോടൊപ്പം നിന്ന് കണ്ടക്ട് ചെയ്ത മനോജ് കുമാർ സാറിന് വലിയൊരു ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അതുപോലെ വേണുഗോപാൽ സാറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ, സാബു സാറിന് നന്ദി. എല്ലാവരും ഈ പാട്ട് വളരെ മനോഹരമായിട്ട് പാടി. എനിക്ക് എസ്പെഷ്യലി നന്ദി പറയാനുള്ളത് ജോർജ് സാറിനോടാണ്. ജോർജ് സാർ ഇത്ര മനോഹരമായിട്ട് ഈ പാട്ടുകൾ പാടിയെന്ന് സാബു സാർ അത് നോട്ട് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും പറയാൻ വിട്ടുപോയതാ. തീർച്ചയായിട്ടും സാറേ. അപ്പൊ സാർ ലെഫ്റ്റ് ആയി എങ്കിൽ കൂടി ഞാൻ സാറിന് വളരെ നല്ലൊരു കയ്യടി നമ്മുടെ എല്ലാവരുടെയും പേരിൽ സാറിന് കൊടുക്കുന്നു. അതുപോലെ ഇതിനകത്ത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇന്ന് മിസ് ചെയ്തിട്ടുള്ള കുറച്ച് പേരുണ്ട്. നമ്മുടെ റോയ് സാറ്, അതുപോലെ ഷാബു ഗംഗാധരൻ സാറ്, ജോസഫ് ജോൺ സാറ്, ഇവരെയൊക്കെ സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. ഇവരെല്ലാവരും നമ്മുടെ പ്ലാറ്റ്ഫോമിനെ സമ്പന്നമാക്കാൻ വരും ദിവസങ്ങളിൽ നമ്മളോട് കൂടെ ഉണ്ടാവുമെന്ന് ഉള്ള പ്രതീക്ഷയോടുകൂടി ഈ ഒരു സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. വളരെ നല്ല രീതിയിൽ ഈ സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചു. എല്ലാവരുടെയും കോൺട്രിബ്യൂഷന് ഒരുപാട് നന്ദി പറയുന്നു. ഷിൽ ടീച്ചർ മാത്രം ഇന്ന് കുറച്ച് പാട്ടുകളെ പാടിയുള്ളൂ, ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത സെഷൻ സാർ പറഞ്ഞതുപോലെ ഒരു പ്രിപ്പറേഷനും കൂടി വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാവാം. ഈ ഒരു മനോഹരമായിട്ടുള്ള സായാഹ്നം ഒരുക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നല്ല ശുഭദിനം അല്ല, സോറി, ശുഭരാത്രി. All of you, good night all of you. Thank you all of you. Thank you madam. Thank you. Thank you. Thank you. Good night.